നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നടന്ന് നടന്ന് ദേഹം ഇടിച്ചു പിഴിഞ്ഞ പോലെയുണ്ട്. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം, കിടക്കണം, അത്ര തന്നെ. കിടക്കാനോ? ആര് കിടക്കുന്നു? അല്ല, ഇതൊക്കെ നാളെ രാവിലെ ചെയ്താ പോരെ? ആദ്യം ഓരോന്നും എടുത്ത് ഇനം തിരിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വേവിച്ച് വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം രാവിലെ എടുത്ത് പാചകം ചെയ്യാൻ. ഇതെന്തൊക്കെയാ മോളെ നീ പറയുന്നേ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ ജന്മത്തിൽ പേര് കേട്ടില്ലാത്ത കുറെ സാധനങ്ങൾ അന്വേഷിച്ചാണ് നടന്നിരുന്നത്. അതെ മോളെ, മോള് വാങ്ങിച്ച പല സാധനങ്ങളും ആടുമാടുകൾ തിന്നെന്നാ ഞാൻ വിചാരിച്ചത്. മോള് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. ആ, അല്ലെങ്കിലും പണ്ട് മനുഷ്യർ തിന്നിരുന്ന പല സാധനങ്ങളും ഇപ്പൊ ആടും മാടും ഒക്കെയാ തിന്നുന്നത്. എന്നിട്ട് പണ്ട് ആടും മാടും തിന്നിരുന്ന സാധനങ്ങളാ ഇപ്പൊ മനുഷ്യർ തിന്നുന്നത്. അത്രയുള്ള വ്യത്യാസം. എന്തായാലും നമുക്ക് നേരത്തെ വെളുപ്പിനെണ്ണിട്ട് പണി തുടങ്ങിയ പോരെ? ഒരു കാര്യം ചെയ്, രാജേട്ടൻ കടന്നോ, ചെന്നിറങ്ങിക്കോ. ചേണ്ടൊക്കെ ഞാൻ ചെയ്തോളാം. എല്ലാം ചെയ്തു തീർത്തിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ. എന്നാ പിന്നെ ഞാനും കിടക്കുന്നില്ല. ഈ തട്ടുമുട്ടൊക്കെ കേട്ടാലേ എനിക്ക് ഉറക്കം വരൂല. തട്ടാതെ മുട്ടാതെ ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട വേണ്ട. എന്റെ അനുജത്തി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ചെന്ന് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ എന്നെ കൊണ്ട് പറ്റൂല. എന്തായാലും നാളെ അയാൾ വന്നിട്ട് പോവല്ലോ. അയാളോ? ഏതാണ്ട് ജഗത്തോ പട്ടരോ പട്ടേലോ അങ്ങനെ ഏതാണ്ട് പറയുന്ന കേട്ടല്ലോ. ജഗത് പട്ടേൽ, അതാ പേര്. രാജേട്ടാ, ഈ പറയുന്ന ആളുണ്ടല്ലോ, വിചാരിക്കുന്ന പോലത്തെ കക്ഷിയൊന്നും അല്ല. യതീന്ദ്രൻ സാറിനൊക്കെ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോ തന്നെ എന്തൊരു ബഹുമാനാണെന്നറിയോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോ സൂക്ഷിച്ചു പറയണം. അപ്പൊ എനിക്ക് ചെയ്യാവുന്ന കാര്യം അവര് വരുമ്പോ അവരുടെ മുന്നിലേക്ക് പോവാതിരിക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ വല്ല അബദ്ധം വിളിച്ച് പറയുന്നു വരും. ഒരബദ്ധവും രാജേട്ടൻ പറയണ്ട. അവര് വരുന്നു, നമ്മൾ വെക്കുന്ന വിഭവങ്ങളെല്ലാം വിളമ്പുന്നു, അവര് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ആ ഒരു ചിന്ത മാത്രമേ ഇപ്പൊ തുടങ്ങി മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. അല്ല, ഇത് ഏകദേശം രാത്രി എത്ര മണിയാകുമ്പോ പണി തീരും? ഏകദേശം ഒരു 2 മണി. 2 മണിയാകുമ്പോ എല്ലാം തീരും. 2 മണിയോ? ഈ രാക്ഷസന്മാര് പോലും 2 മണി വരെ എണീറ്റിരിക്കില്ലല്ലോ. പക്ഷെ നമ്മൾ എഴുന്നേറ്റിരുന്നേ പറ്റൂ. രാജേട്ടൻ നോക്കിക്കോ, നാളെ ഞാൻ എന്തൊക്കെയാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. നന്ദിനി മോളുണ്ടാക്കും, അത് രാജേട്ടനറിയാം. പക്ഷേ നാളെ പത്മാമ്മയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്റെ പേടി. വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള കരാറും സംസാരവും ഒക്കെ അവരുടെ കാര്യം. നമുക്ക് നമ്മുടെ അടുക്കള ഭരിക്കാം. രാജേട്ടൻ ഇതൊക്കെ എടുത്തു വെക്ക്, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇതൊക്കെ എപ്പ കട്ട് ചെയ്ത് തരുമോ എന്തോ. സൂര്യ, ബുക്ക് ചെയ്ത് മതിയോ? ഓക്കെ വിവേകേ, നമ്മുടെ സ്റ്റാഫുകൾക്കെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഓക്കെ. പിന്നെ ജഗത് പട്ടേൽ കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കമ്പനി പ്രവർത്തനങ്ങൾ കൂളായിട്ട് നടക്കണം. യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചുണ്ടാകാൻ പാടില്ല. സൂര്യ, ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. നമ്മുടെ കമ്പനിയിൽ ഇതിനു മുൻപ് എത്രയോ പേര് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവര് വരട്ടെ, നോക്കാം എന്നുള്ള മറുപടിയിൽ നീ പറയാറുള്ളത്.